ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റ്, അതായത് നമ്മുടെ ഹിസ്റ്ററി പാർട്ടിലുള്ള 8ാമത്തെ ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പം എന്താണ് നമ്മുടെ 8ാമത്തെ ഒരു ചാപ്റ്ററുടെ പേര്? അതായത് ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. അതായത് നമുക്കറിയാം എന്തൊക്കെയാണ്, അതായത് നമ്മുടെ സൊസൈറ്റി നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതായത് നമുക്ക് പല പല അതായത് നമുക്ക് അഭിപ്രായം ഉണ്ടാവും. അതായത് ഇതൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആൺകുട്ടികൾ ഇങ്ങനെയാണ്, പെൺകുട്ടികൾ ഇങ്ങനെയാണെന്നുള്ളൊരു, അത് സൊസൈറ്റിയുടെ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആ ഒരു ബേസിലാണ് നമുക്ക്, അതായത് ഫ്രണ്ട് ബേസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണെന്ന് പഠിക്കാൻ പോണേന്നൊക്കെ നമുക്കൊന്നൊരു റിലേറ്റ് ചെയ്ത്, അതായത് നമുക്ക് സൊസൈറ്റി, ന്യൂട്രൽ സൊസൈറ്റീനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് നമ്മുടെ, അതായത് നമ്മുടെ സെക്സ് അതുപോലെ തന്നെ ജെൻഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗങ്ങൾ, അതായത് നമ്മളെപ്പോഴും പറയുന്നതാണ് ജെൻഡറും സെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ സെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഫേഴ്സ് ടു ബയോളജിക്കൽ ഫീച്ചേഴ്സ്. അതായത് നമ്മൾ കുട്ടിയായിരിക്കുന്നതിൽ അതായത് നമ്മൾ ഓരോ വർഷം, അതായത് ഓരോ ഏജ് മാറുമ്പോഴും നമ്മുടെ ബയോളജി, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ്, അതായത് മാറ്റങ്ങളെയാണെന്ന് പറയുന്നത് നമ്മൾ സെക്സ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ജെൻഡർ നേരെ ഓപ്പോസിറ്റ് എന്താണ്? മെയിലും ഫീമെയിലും, ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഗവൺമെൻറ് പ്രൂഫുകൾ, അതായത് നമുക്ക് ആധാർ കാർഡ്, റേഷൻ കാർഡ്, അങ്ങനെ കുറേ, അതായത് പാൻ കാർഡ്, അങ്ങനെ കുറേ, അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതിലൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്കൊരു അതായത് ഒരു ആണാണോ പെണ്ണാണോ എന്നുള്ള നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജെൻഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കോളം നിങ്ങൾ കാണാണ്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താ കമ്പയർ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി എന്താ സ്റ്റാറ്റസ്? നമ്മുടെ സൊസൈറ്റിയിലെ ഒരു സ്റ്റാറ്റസ്, മറ്റേ സ്റ്റാറ്റസ് അല്ല, വാട്സപ്പ് ഇടുന്ന സ്റ്റാറ്റസ് അല്ല, നമ്മുടെ ഒരു സ്റ്റാറ്റസ്. എന്ത് സ്റ്റാറ്റസാ? നമുക്കെന്തൊരു പദവി ഉണ്ടെന്ന് പറയുന്നത്. എന്താ പദവി? എന്താ? ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോ വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ഓരോ പദവി ഉണ്ട്. അതായത് സൊസൈറ്റിയിൽ നമുക്ക് ഓരോ പദവി ഉണ്ട്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ദ ഇൻഡിവിജ്വൽ പൊസിഷൻ വിത്തിൻ ദ സോഷ്യൽ സിസ്റ്റം. അതിലൊരു പദവി ഉണ്ടെന്ന് പറയും. എന്തായിരിക്കും അപ്പം ജെൻഡർ റോള്? എന്തായിരിക്കും ജെൻഡർ റോള്? നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം, നമ്മൾ എപ്പം വരണം, അതുപോലെ തന്നെ നമ്മൾ ആരോടൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള ഒരു നമ്മുടെ ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സ്, ആക്ഷൻ എന്ന ബേസിലാണ് ജെൻഡർ റോൾ സൊസൈറ്റി തീരുമാനിക്കുന്നത്. നമ്മൾ ആരോടൊക്കെ പെരുമാറണം. ഇപ്പം രാത്രി കഴിച്ചിട്ട് ലേറ്റായി വന്നു, അപ്പം പറയും ചോദ്യം ചോദിക്കും. വീട്ടുകാർക്ക് പോലും ഉണ്ടാവില്ല ചോദ്യം ചോദിക്കുന്നത്, നാട്ടുകാർക്കായിരിക്കും ചോദ്യം, സൊസൈറ്റിക്കായിരിക്കും. അതായത് നമ്മളൊരു ഡിബേറ്റ് പോലെ, അതായത് നമ്മളൊരു ഒരു കോൺവെർസേഷൻ പോലെയാണ് നമ്മളൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, അതായത് ആൾക്കാർ ചോദിക്കും എവിടെ പോയതായിരുന്നു, സ്കൂൾ വിട്ട് 4:30 കഴിഞ്ഞ് വീട്ടിലെത്താൻ വൈകി. അപ്പം റോട്ടിൽ കൂടെ നടന്നു വരുന്ന ചേട്ടനായിരിക്കും ചോദിക്കാണല്ലോ എവിടെ പോയതായിരുന്നു, ഇത്ര നേരം എന്താ ലേറ്റായേ, 4 മണിക്ക് എത്തുന്നതല്ലായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള നമ്മുടെ ജെൻഡർ റോൾ, അതായത് നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ, അതായത് ആരോടൊക്കെ സംസാരിക്കണം, അതായത് അതായത് മുതിർന്നവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ചിട്ട്, അതായത് അവരോട് തർക്കിച്ചൊന്നും പറയാതെ നല്ല രീതിയിൽ, അതായത് മെയിലായാലും ഫീമെയിലായാലും ഒരു ജെൻഡർ റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താ ജെൻഡർ ആൻഡ് സോഷ്യൽ നോംസ്, സാമൂഹിക വഴക്കങ്ങൾ എന്നൊക്കെ പറയും. ദർ ആർ സർട്ടൻ നോംസ് ആർ അൺറിട്ടേൺ, അതായത് എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും ഇന്നതുപോലെ, അതായത് രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു കാര്യം. അതായത് ഞാൻ സൊസൈറ്റി, അതായത് ഇങ്ങനെ ഒരു ഇതിൽ പറയുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് പെൺകുട്ടികളൊക്കെ പുറത്തിറങ്ങി വരുന്ന അമ്മമാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി വരുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. പിന്നെ ഇനി നമുക്ക്, അതായത് അതിൻ്റെ ബാക്കി തന്നെയാണ് ടൈം സിൻസ് ദ ഇമ്മോറിയൽ ദേ നോൺ ആസ് സോഷ്യൽ നോം, സർട്ടൻ സോഷ്യൽ ഗ്രൂപ്പ് ഓർ കൾച്ചർ, അതിൻ്റെ ബേസിലാണ് സോഷ്യൽ നോം അത് വരുന്നത്. എന്താ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്? ആൺകുട്ടിയാണ്, നിനക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, അതായത് വിദ്യാഭ്യാസം കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ആൺകുട്ടിക്കാണ്, പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടണം. അതാണ് നമ്മുടെ വേർതിരിവ്, സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ ഒരു മാറ്റി നിർത്തലാണ്. ആൺകുട്ടിക്ക് ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ, പെൺകുട്ടിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പാണെന്ന് പറയും നമ്മളിത് പറയുന്നത്. ഇനി ഒരു ബേസിലാണ് നമ്മൾ പറയുന്നത്, സ്റ്റീരിയോ ടൈപ്പിൻ്റെ ബേസിലാണ്. എ സ്റ്റീരിയോ ടൈപ്പ് ഈസ് എ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ ഇൻ ടു ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദി ഓവർ സിംപ്ലിഫൈഡ് ആൻഡ് ജനറലൈസ്ഡ് അസംഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. അവിടെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടിക്ക് മാത്രമേ നേഴ്സ് ആകാൻ പറ്റുള്ളൂ, ആൺകുട്ടിക്ക് നേഴ്സ് ആകാൻ പറ്റില്ല. ആണോ? അങ്ങനെയാണോ ഉള്ളത്? ഇപ്പം അങ്ങനെയാണോ ഉള്ളത്? ആൺകുട്ടിക്കും നേഴ്സ് ആകാൻ പോകാൻ പറ്റില്ലേ? അതെന്താണ്?
ഈ ഒരു അതായത് വുമൺ ആർ ഗുഡ് ആസ് നേഴ്സസ്, മെൻ ആർ നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. അതായത് പെൺകുട്ടിക്ക് മാത്രമേ നേഴ്സ് ആകാൻ പറ്റുള്ളൂ, ആൺകുട്ടി അതിന് ഫിറ്റ് അല്ല, അതിന് പറ്റില്ല എന്നുള്ളത്. അതാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ജോലി ഫുള്ളും, അതായത് കിച്ചണിൽ അടുക്കളയിലുള്ള ജോലി പെൺകുട്ടികൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ആൺകുട്ടികൾ ജോലി ചെയ്യാൻ പറ്റില്ല. എന്താ ആൺകുട്ടികൾ ചെയ്താൽ എന്താ പറ്റുക? ആൺകുട്ടികൾ ചെയ്യുന്നില്ലേ? അതായത് അച്ഛൻ ഹെൽപ്പ് ചെയ്യില്ലേ അമ്മേനെ? അതേപോലെ തന്നെ നമ്മുടെ അതായത് ഒരു എന്താണ് ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അതായത് ആൺകുട്ടി ഇന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ആൺകുട്ടിയാണ് എന്തെന്ന് പറയുന്നത് ജോലി ചെയ്ത് വീടൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത്, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. പെൺകുട്ടി എന്ത് ചെയ്യണം? അമ്മ എന്ത് ചെയ്യണം? വീട്ടിലെ അടുക്കളപ്പണി രാവിലെ 5 മണി തൊട്ട് രാത്രി 10 മണി വരെ അടുക്കളയിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ, അമ്മയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പാടില്ല എന്നുള്ളൊരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്. അതിനൊരു എക്സാമ്പിൾ ആട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കുമെന്നില്ല. എല്ലാവരും അതായത് അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു കൂടി, അച്ഛനും അമ്മ മക്കളും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് എന്ത് പറയുന്നത് വീട്ടിലെ ജോലിയും ചോറും കറിയും എല്ലാം വെക്കുന്നത്. ഇനി ആൺകുട്ടി ആയിരിക്കണം വീട്ടിലത്തെ കാര്യങ്ങൾ, അതായത് ഒരു ആൺകുട്ടി ആയിരിക്കണം, ഒരു പുരുഷനായിരിക്കണം എന്തെന്ന് പറയുന്നത് വീട്ടിലത്തെ ഡിസിഷൻസ്, അതായത് തീരുമാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എടുക്കേണ്ടത്. ആണോ? വീട്ടിൽ എങ്ങനെയാണോ? നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണോ? തീരുമാനമൊക്കെ എടുക്കുന്ന അച്ഛൻ മാത്രമാണ് തീരുമാനം എടുക്കുന്നത്, അമ്മയും കൂടെ, അതായത് മക്കളെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് കല്യാണം ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ വരുവാണെങ്കിൽ അമ്മേനോടും കൂടെ ചോദിച്ചിട്ടല്ല അച്ഛൻ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പം അച്ഛൻ തീരുമാനം എടുക്കണം, അച്ഛനോട് ഇപ്പം കല്യാണം വിളിക്കുമ്പോൾ അച്ഛനോട് മാത്രമാണ് വീട്ടിൽ പറയണമെന്ന് പറഞ്ഞു, അച്ഛൻ പറഞ്ഞില്ല, എന്താണ് തീരുമാനമൊന്നും എടുക്കില്ല, അച്ഛൻ പോയിക്കോളാന്നുള്ളൊരു തീരുമാനം. ആണോ? നമ്മളെല്ലാവരും കൂടെ അല്ലേ പോകുന്നത്, അതായത് കല്യാണത്തിനാണെങ്കിൽ എല്ലാ പരിപാടിക്കും. പിന്നെ അടുത്തത് നമുക്കറിയാം, ഒരു വീട്ടിൽ നമ്മൾ ഇപ്പോൾ ഒരു പറമ്പിപ്പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത വേതനം, അതായത് പൈസയാണ് സാലറി ആയിട്ട് നമ്മൾ കൂലിയായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു 450 രൂപയായിരിക്കും. ഒരേ ജോലി തന്നെ, അച്ഛനും അമ്മയും ഒരു വീട്ടിൽ പണിക്ക് വരുവാണ്. അപ്പം അവിടെ അതായത് രാവിലെ 8 മണി തൊട്ട് 5 മണി വരെയാണ് ജോലി ചെയ്തത്. അതിൽ എന്ത് ചെയ്യുന്നു? അമ്മയ്ക്ക് 450ഉം അച്ഛൻ എത്രയാ 600 രൂപയും കൊടുക്കുന്നത്. അതെന്തായാലും അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അമ്മയും അതേ സെയിം ജോലി തന്നെയാണ് എടുത്തത്, അച്ഛനും അതേ സെയിം ജോലിയാണ്, സെയിം ടൈമാണ് എടുത്തേക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്? അവിടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. എന്ത് സ്റ്റീരിയോ ടൈപ്പാണ് കൊടുത്തേക്കുന്നത്? അവിടെ അതായത് പുരുഷന്മാർക്ക് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് പെയ്ഡ്, അതായത് സാലറി എന്ന് പറയുന്നത് കൂടുതലായിട്ട് കൊടുക്കുന്നു. സ്ത്രീക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ അതായത് കുറഞ്ഞ പൈസയാണ് അവിടെ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം മീഡിയ ആൻഡ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ടിവിയും ഫോണൊക്കെ എപ്പോഴും, ടി വി ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഫോണൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ? നമ്മൾ ഫോണും ടി വിയൊക്കെ യൂസ് ചെയ്യുന്ന, അപ്പം കുറേ പരസ്യമൊക്കെ ആടുകൾ വരും. അപ്പം അതിന് നമ്മൾ പ്രധാനപ്പെട്ട പരസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, കുറേ അതായത് ക്രീമുകൾ, സോപ്പിൻ്റെ, അതിൻ്റെ ഇതിൻ്റെയൊക്കെ പരസ്യം, സിമെൻറ്റിൻ്റെ, പെയിൻറ്റിൻ്റെ, അങ്ങനെ കുറേ പരസ്യങ്ങൾ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജ്വല്ലറി പരസ്യങ്ങളിലൊക്കെ ആരാ കൂടുതൽ? സ്ത്രീകളാണ്. അതാണ് നമ്മുടെ മീഡിയ ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും, അതായത് സിമെൻറ്റിൻ്റെ പരസ്യത്തിൽ എന്ത് ചെയ്യുക? ആണുങ്ങൾ മാത്രമേ വരാനുള്ളൂ, പെണ്ണുങ്ങൾ വരാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ്. അവിടെ കുറേ കറി പൗഡറിൻ്റെ, ഡിഷ് വാഷിംഗ് ഇംപ്ലിമെൻറ്റ്സിൻ്റെയും ബൈക്ക്, കാറിൻ്റെയൊക്കെ ആൺകുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് അതായത് അതാണ് എന്തെന്ന് പറയുന്നത് മീഡിയ ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്? നമ്മൾ പറയും ആശുപത്രിയിൽ ചെന്നിട്ട്, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയും ലേഡി ഡോക്ടറാണ്. പിന്നെന്താ പറയുക? അതായത് മെൻ ഡോക്ടറാണ്, അതായത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നവർ, അതായത് ലേഡി ഡോക്ടർ എന്ന് പറയും, ജെൻസ് ഡോക്ടേഴ്സും ആണെന്ന് പറയും. ചിലവരുണ്ടാവും ലേഡി ഡോക്ടർമാരെ കാണുന്നവർ. അപ്പം നമ്മൾ പറയുന്ന വാക്കിൽ തന്നെ എന്തിന്? കണ്ടക്ടർ എന്ന് പറയുന്നത് പെണ്ണും ഉണ്ടാവും ആണുങ്ങളും ഉണ്ടാവും. KSRTCയിലൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും കണ്ടക്ടർമാർ. അതിൽ നമ്മളെന്താ ഒറ്റൊരു വേർഡിലാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ടർ, അതായത് കണ്ടക്ടർ എന്ന് പറയും. പിന്നെ അഡ്വക്കേറ്റ്, ലേഡി അഡ്വക്കേറ്റ് എന്ന് പറയും, ഇടയ്ക്ക് പറയും. പിന്നെന്താ പറയുക? അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രൈവർ, അതായത് നമ്മൾ ഓട്ടോ ഓടിക്കാനും നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ എന്ത് ചെയ്യുന്നു? ഡ്രൈവർ, അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആ ചേച്ചിയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറയുക. ഡ്രൈവർ എന്നല്ലൊരു മീനിങ്ങിലല്ല നമ്മൾ പറയാം. നേഴ്സ്, ടീച്ചർ, അധ്യാപിക, അങ്ങനെയുള്ളൊരു പേരിലാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ടീച്ചറിന് ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ വയലൻസാണ്? നമ്മളെപ്പോഴും ന്യൂസ് തുറന്നാൽ, അതായത് നമ്മൾ TV കണ്ടില്ലെങ്കിലും പത്രങ്ങളിലൂടെയും നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ടുള്ള എല്ലാ മീഡിയകളിലൂടെ നമ്മൾ കേൾക്കുന്നതാണ് ജെൻഡർ വയലൻസ്. പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്, ആൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്നു.
ഈ അടുത്ത് വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരാണ്? ഗ്രീഷ്മ കഷായം, അതായത് ജ്യൂസിൽ അതായത് കലക്കി കൊടുത്തിട്ട് കാമുകനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എന്തിലേക്കുള്ളതാണ്? മെയിലിലേക്കുള്ള വയലൻസ് ആണ്. അതായത് ജെൻഡറിൽ ആൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമമാണ്. പിന്നെന്താണ്? പെൺകുട്ടികളിലേക്ക്, അതായത് സ്വന്തം അമ്മയെ വരെ എന്ത് ചെയ്യുന്നു? മകൻ, അതായത് കൊല്ലുന്ന, അതായത് ആ ഒരു ജനറേഷൻ, അതായത് ഇപ്പൊ നടക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള ഒരു അതിക്രമമാണ്. പിന്നെ കുറേ, അതായത് നേഴ്സ് പിള്ളേരെയും അങ്ങനെയുള്ള, അതായത് ഭാര്യയും ഭർത്താവും അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ്, പിന്നെ കൊലപാതകവും അങ്ങനെയുള്ള സംഭവം, അതാണ് നമ്മുടെ ജെൻഡർ ബേസ്ഡ് വയലൻസ്. ദൗറി, അതായത് നമുക്കറിയാം സ്ത്രീധനത്തിന്റെ പേരിൽ പലവരെയും നമ്മൾ പല ന്യൂസുകളും, പാമ്പ് അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ന്യൂസുകളും കാണുന്ന ദൗറി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള ഹരാസ്മെന്റ്, അതായത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മളെ പെൺകുട്ടികളെ 18 വയസ്സ് പോസ്കോ കേസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാം. അതൊക്കെയാണ് എന്ന് പറയുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസ്. പിന്നെ നമ്മൾ ഈ ഒരു വയലേഷനും സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ എന്താണ്? നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടിയിട്ട് കുറേ അവകാശങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അവകാശം ആർട്ടിക്കിൾ 40 ഇത് മെയിൻ ആയിട്ടുള്ള ഒരു അവകാശം പറഞ്ഞുള്ള കുറേ ആ ബോക്സിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈക്വാളിറ്റി ഓഫ് ഓൾ ജെൻഡേഴ്സ്. അതായത് അതിന് മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോയി. ട്രാൻസ്ജെൻഡേഴ്സ്, നമ്മളിപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മെയിലും ഫീമെയിലും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് അറിയായിരിക്കും. അതായത് അവരൊരു ജനറ്റിക് ആയിട്ടുള്ള അവരുടെ ഒരു മാറ്റമാണ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പം ചിലവരുണ്ടാകും സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ അവരെ ഉൾക്കൊള്ളി, അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെയും കൂടെ, അതായത് ജോലികൾക്കായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായാലും നമ്മൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ചിലവരുണ്ടാകും കളിയാക്കുന്നവർ, അതായത് അവർ ജനിച്ച ഉടനെ അവർക്കുള്ളൊരു മാറ്റമാണ്, അതിൽ നമ്മൾ കളിയാക്കിയിട്ടും യാതൊരു കാര്യമില്ല. അപ്പം നമ്മൾ സോഷ്യൽ പഠിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് വിട്ടുപോയതാണ്. അപ്പം ട്രാൻസ്ജെൻഡേഴ്സും നമ്മുടെ ഉണ്ട്. അപ്പം ഇവർക്ക് എന്ത് ചെയ്യണം? ഓൾ ജെൻഡേഴ്സ് എന്ന് വെച്ചപ്പോൾ, അതായത് ഓൾ ജെൻഡേഴ്സ്, ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിനാണെങ്കിലും ഒരേപോലത്തെ, അതായത് ഈക്വാലിറ്റി ആർട്ടിക്കിൾ 40 നൽകുന്നുണ്ട്. കുറേ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യമുള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. നമ്മുടെ ന്യൂട്രൽ സൊസൈറ്റീനെ കുറിച്ചിട്ടാണ്, നമ്മുടെ സൊസൈറ്റിയിലെ കൺസെപ്റ്റുകൾ. അതായത് നമുക്ക് ഇഷ്ടപ്പെടില്ല ഇങ്ങനത്തെ ഈ പാഠഭാഗമൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പല പല അഭിപ്രായങ്ങളുണ്ടാവും. നമ്മൾ ആൺകുട്ടികളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും, പല പല അഭിപ്രായങ്ങളുണ്ടാവും എന്തെന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ. അപ്പം ഈ ഒരു ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പം എന്തെങ്കിലും കാര്യം ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം.